ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് മാങ്ങ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. സാധാരണ നമ്മൾ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഒന്നുകിൽ ചൈന ഗ്രാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ജലാറ്റിനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പുഡിങ് സെറ്റാക്കി എടുക്കുന്നത്. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചൈന ഗ്രാസും ജലാറ്റിനൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു പുഡിങ്ങാണ്. ഇതിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറോ എസൻസോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിന് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള കഷ്ണങ്ങൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയെന്ന് വെച്ചാൽ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇതേപോലെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് പാല് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പോളം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇതേപോലെ നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കാം. ഒട്ടും തന്നെ കഷ്ണങ്ങളില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഞാനിതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ എടുക്കുന്ന മാങ്ങയിൽ നാരുകൾ കൂടുതലുണ്ടെങ്കിൽ അത് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് വേണം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് അതേ അളവിൽ തന്നെ, അതായത് 3 ടേബിൾ സ്പൂൺ പാല് കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പാന് ഗ്യാസിൽ വെച്ചിട്ട് വളരെ ചെറിയ തീയിൽ നമുക്ക് ഇതൊന്ന് ചൂടാകുന്ന വരേക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഏത് ഫ്രൂട്ട് ഇതേപോലെ ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് ഓവറായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ തന്നെ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതിൽ ചെറുതായിട്ട് ബബിൾസ് വരുന്ന സമയത്ത് തന്നെ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്ന സമയത്ത് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. കാരണം ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത് തിക്കായിട്ട് കിട്ടും. നാച്ചുറൽ ആയിട്ടുള്ള കളറും ടേസ്റ്റും മാത്രമേ ഇതിനുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് യാതൊരു വിധത്തിലുള്ള എസൻസോ കളറോ ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ ആവശ്യത്തിനുള്ള തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 2-3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ 2-3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ അൺമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണിത്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അതേപോലെ തന്നെ ഇപ്പോൾ നാട്ടിലായാലും ഇവിടെയൊക്കെ മാങ്ങയൊക്കെ നല്ലോണം കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.